ഗൈസ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ഡയറീസ്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് ഒരു 1.5 വർഷമായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തെടുത്തൊരു വ്ളോഗാണിത്. ബിക്കോസ് നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഞാൻ ലാസ്റ്റ് ടൈം പോയതില്ലേ, ഡിസംബർ 2023 പോയി. ജനുവരി 14 എന്തോ വന്നു. 20 days നാട്ടിൽ നിന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരു 1.5 വർഷമായിട്ട് ഇപ്പോഴാണ് പോകുന്നത്. അതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അങ്ങനെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഇടിക്കുന്നത്. സോ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഫുഡ് കഴിച്ച് പാക്ക് ചെയ്യാണ്. ഒരു 3 hours ഇവിടെ നിന്ന് ഇറങ്ങണം. ഇന്ന് രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം ഏതാണ്ട് 2:30 ഒക്കെ ആയിട്ടുണ്ട്. സോ ഒരു 4:30-5 മണിയൊക്കെ നമ്മൾ എയർപോർട്ടിൽ എത്തണം വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെറിയൊരു ടെൻഷനുണ്ട് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ. 1.5 മണിക്കൂർ ലേ ഓവറിൽ സെൽഫ് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. അതിൻ്റെ എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ സോ നമ്മൾ 3 പേരൊക്കെ ഉണ്ട് ഇപ്പോൾ പോകുന്ന ഒരുമിച്ച്. സോ ഇനി പാക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ട് ലൂഡോ ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ. സോ നമുക്ക് എന്തായാലും ത്രൂ ഔട്ട് ദി ജേണി കാണാം. നല്ല ടയർഡാണെങ്കിൽ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്, കുറേ കാലത്തിന് ശേഷം നാട്ടിൽ പോകുന്നതൊക്കെ ആയിട്ട്. സോ എക്സാം കഴിഞ്ഞ് അന്ന് ഈവനിങ് തന്നെയായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതൊരു കണക്കിന് നന്നായി തന്നെയാണ് എനിക്കും തോന്നിയത്. സോ ഐ ഗോട്ട് മൈ ബോർഡിംഗ് പാസ്. 2 കിട്ടി. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഒന്നും വന്നില്ല. വെയിറ്റ് ചെയ്താൽ 20 kg കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ 28 kg ഒരു കയറ്റി വിട്ട്. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം എനിക്കൊന്ന് സമാധാനമായത്. ഒന്നാമത് ഈ ടിക്കറ്റിൻ്റെ ഇഷ്യൂ കാരണം 1.5 മണിക്കൂർ ടൈം കൊണ്ട് എങ്ങാനും ഈ ലഗേജൊക്കെ റീചെക്ക് ഇൻ ചെയ്യണമെന്നുള്ള ടെൻഷനിലായിരുന്നു അത്രയും നേരം ഞാൻ. സോ ഫൈനലി എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. വെയിറ്റ് കാര്യങ്ങളൊന്നും ഒരു സീനുണ്ടായില്ല. ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മളെ ബോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറുണ്ട് നമുക്ക്. എന്നിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് കഴിയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈനാസ് എയർലൈൻസ് ചൂസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് എയർലൈനോട് ആയതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നാൽ ഈ ടെർമിനൽ തന്നെ വേറെ ആയതുകൊണ്ട് കൈറോ എയർപോർട്ടിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു പ്ലേസിലെത്തിയൊരു ഫീലായിരുന്നു. എനിക്ക് ഒരു വ്യൂ കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. എയർപോർട്ടിൽ നിന്ന് എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഫ്ലൈറ്റ് കയറി പിന്നെ കോഴിക്കോട് എത്തുന്ന വരെ ഉറങ്ങാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യവും നടന്നില്ല. മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റിയില്ല. യാത്ര എന്തോ ശോകമായിരുന്നു. ആ 3 പേരിരിക്കേണ്ട സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായെങ്കിലും ഒരു മൊത്തത്തിലൊരു സുഖമില്ലായിരുന്നു. മീൽസ് ഒന്നുമില്ല എന്ന് വിചാരിച്ച് എനിക്ക് ഈ 2 സ്നാക്സ് കിട്ടിയപ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു കാരണം ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഫ്ലൈനാസിൽ വെള്ളം പോലും തരൂല എന്ന്. എക്സാം കഴിഞ്ഞ് ഫുഡും കഴിച്ചില്ല, ഉറക്കും ശരിയായില്ല. അതുകൊണ്ട് ഷോക്ക് അടിച്ചിരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഒന്ന് ലേശം നോക്കി. കാരണം ഈ ടെർമിനലിൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന മെക്ഡൊണാൾഡ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് കഴിക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ച് പറഞ്ഞില്ലായിരുന്നു. ടൊവിനോൻ്റെ നരിവേട്ടയായിരുന്നു ഡൗൺലോഡ് ചെയ്തത്. പക്ഷെങ്കിൽ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. ഗൈസ്, ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുന്ന ടൈം ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ നിറച്ചും പിള്ളേരാണ്. സോ ഇതിൻ്റെ റെക്കോർഡിങ്ങിനിടയിൽ കുറച്ച് പിള്ളേരെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഏതാണ്ട് 3-3.5 മണിക്കൂറിൻ്റെ ഫ്ലൈന് ശേഷം നമ്മൾ എവിടെ എത്തി? റിയാദ് എയർപോർട്ടിലെത്തി. കിങ് ഖാലിദ് എയർപോർട്ടിലായിരുന്നു നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതും ബസ്സിൽ പോകുന്നതെല്ലാം. സോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തോ ഒരു മിലിറ്ററി ഇഷ്യൂ കാരണം 3-4 വട്ടം ഫ്ലൈറ്റ് റിയാദ് എയർപോർട്ടിന് ചുറ്റും ഫ്ലൈ ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 45 minutes നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ ചാർമിനാർന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ച് ഓടിപ്പോവായിരുന്നു അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. റിയാദ് ടു കാലിക്കറ്റ് അടുത്തിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് ഫുള്ള് മലയാളീസ് ആണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. സോ അതെനിക്കെന്തൊരു ഓക്വേർഡ് ഫീലിംഗ് ആയിരുന്നു. അടുത്തിരിക്കുന്ന ചേച്ചിയടക്കം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങുകയും മൊത്തത്തിലൊരു തലവേദനയായിരുന്നു. ഉറക്കം ശരിയാവാത്തത് കണ്ണിന് ചുറ്റുമൊക്കെ ഭയങ്കര ടൈ ബാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെയിം ഒരു 5 മണിക്കൂർ ഫ്ലൈറ്റിന് ശേഷം
നമ്മളങ്ങനെ കോഴിക്കോടെത്തി. ആ പച്ചപ്പ് ഹരിതാപമൊക്കെ കണ്ടൊന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അത്രയും നേരമുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയൊരു ഫീല്. Welcome to Calicut Airport, where is the local time? It's ഹായ്. അപ്പുറം 2 ബസ്, ഒരു ഈറ്റ ഒരു സിമെന്റ് ലോറിയോ ടിപ്പർ. ഞാൻ ചോദിച്ചല്ലേട്ട് എങ്ങനെ വൈകി കൊണ്ടാക്കാം. എന്നോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിന്ന് ടിപ്പറിലെ ആള്. എയർപോർട്ടിലത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എന്തായാലും ചെയ്യുന്നതാണ് ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. സോ ഈജിപ്ത് കിട്ടാത്ത പാലപ്പവും ബീഫും കടലക്കറിയൊക്കെ കഴിച്ച് നല്ലൊരു മഴയും കൊണ്ട് നമ്മൾ കാറിൽ കയറി. നല്ല വൈക്കലുണ്ട്. ഇഷ്ടായോ? നോട്ടെ നോട്ടെ, ഇത് ഇഷ്ടായോ? ഇത് അതില്ലേ കറക്റ്റ് നടുവിൽ വെച്ചോ. എൻ്റെ ഒരു ഡിസിഷനായിരുന്നു വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് അമ്മയുടെ ഹൗസിലേക്ക് പോകാമെന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ കിടന്ന് പകൽ ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങാത്തതിനോണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ട്രാവൽ ചെയ്ത് എനിക്കില്ലാത്ത ക്ഷീണമായിരുന്നു പിന്നെ അച്ഛന്. പിന്നെ ഈ ക്യാമറ പിടിച്ചു തിരിക്കുന്ന ആളാണ് നിത്താര. ഇത് പുതിയ ആളാട്ടോ നമ്മളെ ഫാമിലിയിലേക്ക്. ഞാൻ ഇയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ. എന്താ വ്യത്യാസം ഉണ്ടോ? ഞാൻ അന്നും ഇന്നും ഈ തടി തന്നെയുള്ളു, മെലിഞ്ഞ് തടിച്ച് പറയാന്. ഹായ് വര. ഹായ് അച്ഛനൊക്കെ ഇവിടെ കുടുംബത്തിൽ ഇപ്പൊ ചെറിയ മക്കളൊക്കെ ഉണ്ടായാലും എന്നൊന്നും ഒരു വില ഇല്ല. പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു അടിപൊളി മിനി സദ്യ കഴിച്ചിട്ടായിരുന്നു അന്നത്തെ ഒരു ഡേ നമ്മൾ എൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ഇടാനൊന്നും മടിക്കണ്ട. അപ്പോൾ ശരി, ബൈ.